ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സുചിത്ര കിടക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ അനുഗ്രഹം അവിടെ ഇരിക്കുക കേട്ടോ. അനുഗ്രഹ ഉറങ്ങിയാലോ? ആ സുചിത്ര കിടന്നോ? അയ്യോ, ആരെങ്കിലും ഉറങ്ങാതിരുന്ന എനിക്ക് ഉറക്കം വരില്ല. ആണോ? എങ്കിൽ പറയണ്ടേ. വീണ്ടും സ്വിച്ച് ചെയ്താൽ അതെ അവിടെയാ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പോകാണ്. സുചിത്ര ആകെ ദേഷ്യം വന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ കിടക്കുക കേട്ടോ. ആകെ ദേഷ്യം വന്ന് ഉറക്കമൊന്നും വരുന്നില്ല. മുഖവും കയറ്റി പിടിച്ച് അങ്ങനെ കിടക്കാണ്. ശേഷം കാണിക്കുക രാവിലെയാണ്. രാവിലെ തന്നെ നമ്മുടെ ഇഷിത നമ്മുടെ ചിപ്പിയുടെ അടുത്തേക്ക് വരുമ്പോ ചിപ്പി നന്നായിട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആഹാ, ഇത് കൊള്ളാലോ. രാവിലെ എന്താ പരിപാടി? ഹോംവർക്ക് ചെയ്യുക. അപ്പൊ ഇന്നലെ രാത്രി ചെയ്തില്ലായിരുന്നോ? ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ തലേ ദിവസം തന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്തു വെക്കണമെന്ന്. ഇന്നലെ രാത്രി സമയം കിട്ടിയില്ല. ആ, അത് ശരിയാ. മോൾക്ക് ഇന്നലെ പിടിപ്പത് പണിയായിരുന്നല്ലോ. വീട്ടു പണിയൊക്കെ ചെയ്യണം, അച്ഛനമ്മേനെ ഓഫീസിൽ പറഞ്ഞയക്കണം, അങ്ങനെ എന്തൊക്കെ പണിയാ എന്റെ മോൾക്ക്. ഓ, ഈ അമ്മ മറന്നോ? ഇന്നലെ അച്ഛനമ്മയും തമ്മിൽ എനിമീസ് ആയിരുന്നില്ലേ? നിങ്ങളെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി മീഡിയേറ്റർ ആയത് ഞാനായിരുന്നല്ലോ. അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓ ഓ, മനസ്സിലായി മനസ്സിലായി. മോളുടെ ഐഡിയ ആയിരുന്നല്ലോ ഗിഫ്റ്റ് തരല് അല്ലേ? ടൂത്ത് ബ്രഷ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ചിപ്പിച്ചിരിക്കുകയാണ്. അല്ല, മോളിട്ടെല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഇന്നെന്താ ടെസ്റ്റ്? ഇന്ന് GK ടെസ്റ്റ്. പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചല്ലോ. അമ്മ എന്തെങ്കിലും ചോദിച്ചോ? ഞാൻ ആൻസർ പറയാം. ശരി എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാണ്. അതിനെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മുടെ ചിപ്പി പറയുന്നുണ്ട് കേട്ടോ. ആഹാ, എന്റെ മോള് മിടുക്കിയാണല്ലോ, മിടുക്കി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ മഹേഷ് ഇങ്ങനെ നിൽക്കുവാട്ടോ. ആ സമയത്ത് ചിപ്പിട്ട് ചോദിക്കണ്ട്. മഹേഷിന് വരുമ്പോഴേക്കും ഇഷ്ട പറയണ്ട. അതെ, ഡാഡി വന്നല്ലോ. ഹായ് ഡാഡി. അതെ, ഇന്ന് മോള് ഹോംവർക്ക് ഒക്കെ ചെയ്തായിരുന്നു. ആഹാ, ഇന്ന് മോളുടെ പഠിത്തക്കാരൊക്കെ ഡാഡി അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് ചിപ്പി പറഞ്ഞ ആ ഡാഡി ഞാൻ പഠിച്ചു കഴിഞ്ഞു, എഴുതിയും കഴിഞ്ഞു. ഇന്ന് ടെസ്റ്റ് ഉണ്ട് GK. ആഹാ, കൊള്ളാലോ. ഇന്ന് വൈകിട്ട് നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? ഒരു വലിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം. അപ്പൊ അമ്മയോ? അമ്മക്ക് വരാൻ പറ്റുമെന്ന് മോളെന്ന് ചോദിക്കേ. അതെ, അമ്മക്ക് വരാൻ പറ്റില്ല. കാരണം അമ്മയുടെ വയറും അത് വായൊക്കെ ലോക്കറി വെച്ച് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. എന്തിനാ വളഞ്ഞു മൂക്ക് പിടിക്കണത്? എന്നോട് വരുന്നുണ്ടോ എന്ന് നേരിട്ട് ചോദിച്ചാ പോരെ. എന്താ ഇല്ലാത്ത രഹസ്യ സ്വഭാവം? എന്താ ഹോട്ടലിൽ കൊണ്ടുപോയ രഹസ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ മഹേഷ് ഇങ്ങനെ ഇഷിതര മുഖത്തേക്ക് നോക്കുക കേട്ടോ. താൻ വരുമോ? പിന്നെ വരാലോ എന്ന് പറയാണ്. അപ്പൊ വൈകിട്ട് റെഡി ആയിട്ട് നിൽക്കുക, ഞാൻ വന്നിട്ട് നമുക്ക് പോവാന്ന് പറയാണ്. അങ്ങനെ മഹേഷ് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് ഇഷിത ചിപ്പെടുത്തുണ്ടായി. അടിപൊളി, നമുക്കിന്ന് പുറത്തു പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സന്തോഷത്തിന് ഇരിക്കുക കേട്ടോ. ശേഷം കാണിക്കുന്ന അനുഗ്രഹനെയാണ്. അനുഗ്രഹ രാവിലെ തന്നെ എഴുന്നേറ്റ് ആ പൂജ കയറി വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥന തുടങ്ങും കേട്ടോ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജന എന്നിങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുവാണ്. ആ സമയം നമ്മുടെ പ്രിയാമണി ആണെങ്കിൽ മാഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മാഷേ, ആ പ്രിയാമണി എഴുന്നേറ്റോ? ഒരു ഗ്ലാസ് ചായ എന്ന് പറയാണ്. ഓഹോ, ആ ഭാര്യനെ കാണണ്ട, ചായ കുടിക്കാൻ രാവിലെ ധൃതിയല്ലേ? ചായയുടെ കൂടെ ഭാര്യയും വരുമല്ലോ, അതുകൊണ്ടാ. അല്ല, അനുഗ്രഹം എഴുന്നേറ്റില്ലേ? അറിയില്ല, നമ്മുടെ സുജിയുടെ കൂടെ കൂടിയിട്ട് ഉറക്കപ്രിയ ആയോ എന്തോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ അനുഗ്രഹം അങ്ങോട്ടേക്ക് വരുക കേട്ടോ. ഹലോ, ഇങ്ങനെ തീർത്തൊക്കെ ഇങ്ങനെ തളിച്ചോണ്ട് വരണം. ഹലോ, ഗുഡ് മോർണിംഗ് എന്നിങ്ങനെ പറയാണ്. സോറി, ഗുഡ് മോർണിംഗ് അല്ല, സുപ്രഭാതം എന്നിങ്ങനെ പറയാണ്. സുപ്രഭാതം മോളെ എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. ശേഷം തീർത്ഥജലമൊക്കെ അവിടെ ഇവിടെയൊക്കെ തളിച്ചിട്ട് പുറത്തൊക്കെ തളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി മാഷിനോട് പറയുന്നുണ്ട്. മാഷെ, കണ്ടില്ലേ എന്തൊരു ഉത്തരവാദിത്തോടെ അവള് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഇതേ പൂജാ റൂമിലും കയറി ഇതേ തീർത്ഥജലം കൊണ്ട് തളിക്കാൻ തുടങ്ങുന്നു. ഇവളേക്ക് ഇപ്പത്തെ കാലത്തെ പെമ്പിളരെ കണ്ടുപഠിക്കണം. അപ്പോഴേക്കും നമ്മുടെ അനുഗ്രഹ അകത്തേക്ക് വരും കേട്ടോ. അമ്മേ, അച്ഛ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതെ, മോൾ എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ ഞാനൊരു 5:30 എഴുന്നേക്കും. ആഹാ, അത് കൊള്ളാലോ. 5:30 എഴുന്നേറ്റിട്ട് ഞാൻ ഇതുപോലെ പൂജാറൂമിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. പ്രിയാമണി ചായ എന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ എടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. മോളെ, അത് വേണ്ടെന്നേ. അമ്മ ഇവിടെ ഇരിക്കേ, ഇന്ന് എല്ലാവർക്കും ചായ ഞാൻ എടുത്തരാം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹ അടുക്കളയിലേക്ക് കയറുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മാഷ് ചോദിക്കണ്ടല്ലോ, പ്രിയെ നമ്മുടെ ആളെവിടെ പോയി? സുചിത്ര, അവൾക്ക് 9 മണിക്ക് ജോലിക്ക് വേണ്ടതാ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് സുചിത്ര അങ്ങോട്ടേക്ക് കണ്ണും തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റ് ഇങ്ങനെ വരിക കേട്ടോ. അനുഗ്രഹ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചായ 4 ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത്. 4 ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മാഷിനോട് ചോദിക്കണം. മാഷച്ചനാ, മധുരം ആവാലോ അല്ലേ? ആവാം എന്ന് പറയുമ്പോ പ്രിയാമണി പറയണ്ട. വേണ്ട, അല്പം മതി കേട്ടോ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അല്പം മധുരം മാത്രമേ മാഷിനുണ്ടാക്കുന്നുള്ളൂ. അച്ഛൻ ഇതാണ്ടോ ചായ എന്ന് പറയാണ്. അങ്ങനെ മാഷ് ഒരു കപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ പ്രിയാമണിക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ സുചിത്രക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം അനുഗ്രഹം ഒരു കപ്പ് എടുക്കാണ്. പ്രിയാമണിയും അതുപോലെ തന്നെ മാഷും ചായ കുടിക്കുമ്പോൾ ഞെട്ടിപ്പോണു. അടിപൊളി ടേസ്റ്റ്. നമ്മുടെ പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മാഷ് ചോദിക്കണ്ട്, അല്ല മോളുടെ എന്താണ് വീട്ടില് അച്ഛനൊക്കെ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഇങ്ങനെ ആലോചിക്കാണ്. എന്ത് പറ്റി മോളെ? അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ് എന്ന് പറയാണ്. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അമ്മ പറഞ്ഞത്. അതെയോ? അച്ഛനെ കാണണമെന്ന് മോൾക്ക് ആഗ്രഹമില്ലേ? ഉണ്ട്, പക്ഷെ ഞാൻ കാണാൻ പോയില്ല. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അമ്മ എനിക്ക് വേണ്ടിട്ട് എല്ലാ സുഖവും തിരിച്ച് ജീവിച്ചത്. അങ്ങനെയുള്ള അമ്മേനെ ഞാൻ വേദനിപ്പിക്കില്ല.
അച്ഛനപ്പോ ഡൽഹി തന്നെയുണ്ടോ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ അവിടെ തന്നെയുണ്ട് അച്ഛൻ എന്ന് പറയാണ്. അച്ഛനെ ഞാൻ കാണാൻ ശ്രമിക്കാറൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അച്ഛൻ വേറെ കല്യാണമൊക്കെ കഴിച്ച് അതിലെ പിള്ളേരൊക്കെ ഉണ്ട് സുഖമായിട്ട് ജീവിക്കുക. അമ്മ കല്യാണമൊന്നും കഴിച്ചില്ല. അമ്മക്ക് രണ്ടാം അച്ഛനിൽ വിശ്വാസമില്ല. എനിക്ക് വേണ്ടിയില്ലേ അമ്മ അമ്മയുടെ ജീവിതം മാറ്റി വെച്ചത്. അതുകൊണ്ട് എന്റെ അമ്മേനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം അപ്പുറത്തേക്ക് പോവാട്ടോ. അനുഗ്രഹം പോയിക്കുമ്പോഴേക്കും പ്രിയാമണി മാഷിനോട് പറയുന്നുണ്ട്, ഷോ നമുക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അനുഗ്രഹനെ കൊണ്ട് കെട്ടിക്കായിരുന്നു എന്ന് പറയണം. എന്നിട്ട് വേണം താൻ അമ്മായിമ്മ പോലെ എടുക്കാനായിട്ട്. കണ്ടില്ലേടോ എത്ര നല്ല കുട്ടിയാ, അമ്മേനെ വേദനിപ്പിക്കാതിരിക്കാൻ അവൾ എന്തൊക്കെയാ ചെയ്യണത്. ഇത്രയും കളിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിലും മനസ്സിൽ എത്രമാത്രം വേദന അനുഭവിക്കണമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ എന്നിങ്ങനെ പറയാണ്. അത് ശരിയാ, എന്ത് നല്ല പാവം കുട്ടിയാലേ. അച്ഛനമ്മമാരുടെ അവരുടെ സ്വഭാവം കാണാൻ പിള്ളേരാണ് വേദനിക്കണത് എന്ന് പ്രിയാമണി പറയാണ്. സുചിത്ര, നീ എന്ത് പറയുന്നു? പാവം കുട്ടി, ഇന്നലെ വരെ അവൾ എനിക്ക് ശത്രുവായിരുന്നു, ഇന്ന് എനിക്ക് അവള് ശത്രുവല്ല, ഇനി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ഇളയമ ഇളയച്ചനും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് സുചിത്ര അങ്ങോട്ടേക്ക് പോവാണ്. അത് കേൾക്കുമ്പോഴേക്കും പ്രിയാമണിക്കും മാഷിനും സന്തോഷമാവാട്ടോ. പിന്നീട് കാണിക്കണ ഇഷിതേനെയാണ്. ഇഷിത വൈകിട്ട് പോവാൻ വേണ്ടിട്ട് നമ്മുടെ ചിപ്പിനെ റെഡി ആയിക്കൊണ്ടിരിക്കുകട്ടോ. ഇഷിത ചിപ്പിയെടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ചിപ്പി, ഇന്ന് സ്കൂളിൽ പഠിച്ചതൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിച്ചതന്നേ ഉള്ളൂ, ഇന്നത്തെ ഔട്ടിങ്ങിനെ കുറിച്ച് ആലോചിച്ചിട്ട് പഠിക്കണ കാര്യങ്ങളൊക്കെ ഇതിൽ ഓർത്തിരുന്നോ എന്ന് ചോദിച്ചതാണ്. അത് അപ്പൊ എന്തോ കാര്യമുണ്ടല്ലോ. എന്താ ചിപ്പി? അത് ഞാൻ പഠിക്കണ കാര്യമൊക്കെ ഓർത്തു, പക്ഷെ ചില സമയത്ത് എനിക്ക് ഔട്ടിങ്ങിനെ കുറിച്ച് ഓർമ്മ വന്നു. ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോ മിസ് ചോദിക്കുക, എന്താ ആലോചിക്കണത്? അയ്യേ നാണക്കേടായല്ലോ. ചെറുതായിട്ട്. അതെ, നമ്മൾ എവിടെയാ, ഏത് ഹോട്ടലിലാ പോണത് അമ്മേ? അതെ, സ്പോൺസർ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. സ്പോൺസർ ഇതുവരെ എത്തിയില്ലേ? എത്തിയല്ലോ, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. അതെ, ഈ വലിയ ഹോട്ടലിലെ ടേബിൾ മാനേഴ്സ് ഒക്കെ പാലിക്കണമായിരിക്കും അല്ലെ? പിന്നല്ലാതെ ടേബിൾ മാനേഴ്സ് ആദ്യം അമ്മ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോ ചിപ്പി ആദ്യത്തെ എപ്പിസോഡ് ആലോചിക്കാൻ കേട്ടോ. നമ്മുടെ ചിപ്പിനെ ആദ്യമായിട്ട് ഇഷ്ട ടേബിൾ മാനേഴ്സ് ഒക്കെ പഠിപ്പിച്ച കാര്യമൊക്കെ ആലോചിക്കുകയാണ്. ആ സമയത്ത് ചിപ്പി പറഞ്ഞു, പിന്നെ അത് മറക്കാൻ പറ്റുമോ? അന്ന് മുതലാണ് ചിപ്പിയുടെ ഞാൻ അമ്മയായി തുടങ്ങിയത്. അതെ, അതുകൊണ്ട് എനിക്ക് നല്ലൊരു അമ്മേനെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് ചിപ്പി. പിന്നീട് കാണിക്കുന്ന രാമനാഥനെയും സ്വപ്നവല്ലിനെയാണ്. സ്വപ്നവല്ലി രാമനാഥനോട് ചോദിക്കുന്നുണ്ട്, രാമ ഇന്നത്തെ ഹോട്ടൽ പ്രോഗ്രാം കൊളാവോ രാമ? പ്രശ്നമാകോ? എനിക്ക് ടെൻഷനുണ്ട്. ആദിക്ക് വേണ്ടി മഹേഷ് എന്ത് വേണമെങ്കിലും ചെയ്യും. ഇഷിതയുടെ മനസ്സ് വേദനിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോഴാ തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇഷിതയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ ഇഷിതടുത്ത് വീട്ടുകാർക്ക് പറയേണ്ടതായിരുന്നു. ശരിയാ എന്ന് സ്വപ്നവല്ലിയും പറയാണ്. പിന്നീട് കണക്ക് മഹേഷിനെയാണ്. മഹേഷ് റെഡി ആയിക്കൊണ്ടിരിക്കുവാട്ടോ. ഇഷിത ചിപ്പിനെ റെഡിയാക്കിയിട്ട് പറയണ്ട, ഇപ്പൊ അമ്മയുടെ മോള് നല്ല സുന്ദരി ആയല്ലോ. അതോ, ഞാനല്ലെങ്കിലും സുന്ദരിയല്ലേ? എനിക്ക് എന്റെ അമ്മയുടെ സൗന്ദര്യം കിട്ടിയിരിക്കണത്. അതേത് വകയില്? അതൊക്കെ ഒരു വകയില് എന്ന് പറയാണ്. അല്ല, അമ്മ റെഡി ആവുന്നില്ലേ? മോള് പറഞ്ഞാൽ കേൾക്കണോലോ, റെഡിയാവാം എന്ന് പറയാണ്. അങ്ങനെ ഇഷിത റെഡിയാൻ വേണ്ടി പോവാണ്. മഹേഷ് റെഡിയായിട്ട് രാമനാഥന്റെ സ്വപ്നയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണ്ട്, ഇന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എന്തായാലും ആദ്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഞാനൊന്നും പറയില്ല, സംസാരിക്കില്ല, ചെയ്യത്തുമില്ല എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാണ്. മഹേഷിന് ഫോണിലേക്ക് ആദ്യം വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ഹലോ, പുറപ്പെട്ടോ? പുറപ്പെടാൻ പോവാ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. അതെ, മോൻ ഡാഡിനെ വേദനിപ്പിക്കല്ലേ? അതൊക്കെ നിങ്ങളുടെ രണ്ടാം ഭാര്യയോട് സോറി പറഞ്ഞാലേ നടക്കുള്ളൂ. പിന്നെ ചിപ്പി നിന്റെ അനിയത്തി, അവൾ അനിയത്തിയായിട്ട് കാണണം. എല്ലാം ഇന്നത്തെ കാര്യം കൂടിക്കാഴ്ച പോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യ ഫോൺ കട്ടയാട്ടോ. മഹേഷിനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഇഷിതയും ചിപ്പിയും കൂടി വരുന്നുണ്ട്. ഹായ് ഡാഡി, പോവാം എന്ന് പറയാണ്. ഇഷിത പറയുന്നുണ്ട്, മോളെ നോക്കിക്ക്, ഡാഡിയുടെ മുഖം കണ്ടില്ലേ? ഡാഡിക്ക് വലിയ ഇഷ്ടക്കുറവാണെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം ഞാൻ സ്പോൺസർ ചെയ്യാട്ടോ എന്ന് പറയുമ്പോ മഹേഷ് ഇരിക്കുന്നുണ്ടാ. അപ്പൊ സ്പോൺസർഷിപ്പ് മാറിയിട്ടില്ല. മോളെ ഒരു കാര്യം ചെയ്, അച്ഛാമ്മയുടെ അച്ഛനടുത്ത് പോയി ടാറ്റ പറഞ്ഞേ എന്ന് പറയാണ്. അച്ഛാമ്മേ, അച്ചാച്ചാ ടാറ്റ, ബൈ ബൈ, പോയിട്ട് വരാവേ. അതിനെന്താ കുട്ടാ, പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇഷിതയും ചിപ്പിയും മഹേഷും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാട്ടോ. ഇറങ്ങി കഴിയുമ്പോഴേക്കും സ്വപ്നവലി പറഞ്ഞിട്ട്, ഈശ്വര, ഇന്നത്തെ കൂടിക്കാഴ്ച എല്ലാത്തിനും ഒരു സന്തോഷ വാർത്ത ആവണേ, ഒരു അശുഭകരങ്ങളൊന്നും നടക്കല്ലേ, എല്ലാം ശുഭമായിട്ട് നടക്കണേ എന്റെ മുരുക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇഷിതയും മഹേഷും ചിപ്പിയും കൂടി അങ്ങനെ വലിയൊരു ഹോട്ടലിൽ കയറിയിരിക്കാട്ടോ. അവിടെ കയറുമ്പോ തന്നെ നമ്മുടെ ചിപ്പി ചോക്ലേറ്റ് ഒക്കെ നോക്കുന്നുണ്ട്. ഇഷിത പറയണ്ട, ചിപ്പിയുടെ മുഖം സന്തോഷമായല്ലോ എന്നിങ്ങനെ പറയാണ്. ചിപ്പി പറയണ്ട്, അതെ അമ്മേ, ഞാനിന്ന് നോൺ വെജ് ആണ് കേട്ടോ, അതിനെന്താ, ഒരു കുഴപ്പമില്ല, സർ മുകളിലേക്ക് ഇരിക്കാം എന്ന് സ്റ്റാഫ് പറയണ്ട്. അങ്ങനെ ഇഷിതയും മഹേഷും ചിപ്പിയും കൂടി മുകളിലേക്ക് പോവാട്ടോ. അവര് ടേബിളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചിപ്പി പറയണ്ട്, അമ്മേ, ഞാൻ പോയി താഴത്തുനിന്ന് ചോക്ലേറ്റ് എടുത്തോട്ടെ, ഞാനും കൂടി വരാം എന്ന് പറയുമ്പോ വേണ്ട എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയണ്ട്, മേഡം ഇവിടെ ഇരുന്നോ, ഞാൻ മോളെയും കൂട്ടി കൊണ്ടുവരാം
എന്ന് പറഞ്ഞിട്ട് മോളെയും കൂട്ടിക്കൊണ്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് നിലത്തേക്ക് ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടി പോവാട്ടോ. ആ സമയത്ത് മഹേഷിനോട് ചിപ്പി ചോദിക്കണ്ടല്ല മഹേഷ് എന്താ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്? മഹേഷ് ആരെയും നോക്കണത്? ഒന്നുമില്ല. മഹേഷ് വെറുതെ ടെൻഷൻ പോലെ നോക്ക്, ചിപ്പിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഹോട്ടലിലൊക്കെ വരണം കേട്ടോ. അവളുടെ സന്തോഷം കണ്ടില്ലേ, പാവം, ആകെ ഒരു സന്തതിയല്ലേ ഉള്ളൂ, അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിശുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. മഹേഷ് അവിടെ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്നാണ് വാതിൽ തുറന്നുകൊണ്ട് നമ്മുടെ ആദി വരുവാണ്. ആദിനെ കാണുമ്പോൾ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാരണം തന്റെ ഇഷാദാണല്ലോ വരുന്നത്. ഇഷിത പെട്ടെന്ന് ചാടി എഴുന്നിട്ട് മോനെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആദ്യം അടുത്തേക്ക് പോകുമ്പോ, ചി, ഞാൻ പറഞ്ഞില്ലേ എന്നെ മോനെ നിങ്ങളെ വിളിക്കരുന്ന്? അതെ, താൻ പറഞ്ഞെടുത്ത് തന്നെ രണ്ടാം പേരെടുത്ത് എന്നോട് മാപ്പ് പറയണോന്ന്. മാപ്പോ? ഞാൻ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട്, താൻ സിഒ മീറ്റ് സമയത്ത് ഇവനെ തല്ലിയായിരുന്നു. ആ തല്ലിയായിരുന്നു, അതിന് അവനോട് മാപ്പ് പറയണം. ഞാൻ തെറ്റ് ചെയ്തോണ്ട മഹേഷ് തല്ലിയതെന്ന് പറയാണ്. എന്തായാലും അവനോട് മാപ്പ് പറയണം എന്ന് പറയാണ്. ഓ, അപ്പൊ ഞാൻ നിന്നോട് മാപ്പ് പറയണോ അല്ലെ? ആ, പറയണം എന്ന് ഇഷാദ് ആദ്യം പറയാണ്. അങ്ങനെ ആദ്യത്തിലുള്ള സ്നേഹം മാത്രം നമ്മുടെ ഇഷിതയുടെ മനസ്സിലുള്ളൂ കേട്ടോ. ആദ്യമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഇഷിത ആലോചിക്കുകയാണ്. ശേഷം ആദ്യത്തെ പറഞ്ഞിട്ട്, ശരി, ഞാൻ മോനെ വേണ്ടിയിട്ട് മാപ്പ് പറയാം. ഞാൻ അന്ന് സിഒ മീറ്റ് സമയത്ത് മോനെ തല്ലി, മോന് എന്നോട് മാപ്പാക്കണം എന്ന് ഇഷിത പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷാദിന് നമ്മുടെ ആദ്യക്ക് സന്തോഷമാവാട്ടോ. ഇത് കണ്ടുകൊണ്ട് ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചിപ്പിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ. ആ സമയത്ത് ആദ്യം പറയുന്നുണ്ട്, അതെ, എന്നോട് മാപ്പ് പറഞ്ഞു, ഓക്കെ, മാപ്പ് പറയണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തിരിയുമ്പോഴേക്കും ഇഷിത ഞെട്ടിപ്പോ. വരുവാണ് നമ്മുടെ ആകാശും കൂടെയുണ്ട്. അവരെ കാണുമ്പോൾ ഇഷിതക്ക് എന്താ സംഭവിക്കാന്ന് അറിയാണ്ട് അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പറയണ്ട്, ഇനി നിങ്ങൾ മാപ്പ് പറയേണ്ടത് എന്റെ അമ്മയടുത്താണ് എന്ന് പറയുമ്പോ, അമ്മ എന്ന് പറഞ്ഞിട്ട് ഇഷിത രചനേനെയും അതുപോലെ മഹേഷിനെ മാറി മാറി നോക്കുവാണ്. രചന പുച്ഛത്തോടു കൂടി തന്നെ ഇഷിതനെ നോക്കി ചിരിക്കുക കേട്ടോ. ആ സമയത്ത് ആകാശ് പറയണ്ട്, ഓ, ഇഷിതക്കൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലേ, എല്ലാം ഞാൻ പറഞ്ഞുതരാം എന്ന് ആകാശ് പറയുന്നിടത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് കാണിക്കണ വേറൊന്നുമല്ല, നമ്മുടെ ആകാശ് പറയുന്നുണ്ട് ഇഷിതടുത്ത്, അതെ, നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ ഇഷിത, വേറൊന്നുമല്ല, ഈ ഇരിക്കണ ആദിത്യനുണ്ടല്ലോ, ഇവന്റെ ഫുൾ പേര് ആദിത്യൻ മഹേഷ് ചന്ദ്രൻ എന്നാണ്. ഇവൻ രചനയുടെയും അതുപോലെ തന്നെ മഹേഷിന്റെ ആദ്യത്തെ മകനാണ്. അതിനുശേഷമാണ് ചിപ്പി ഉണ്ടായത് എന്ന് പറയാണ്. ഇഷിത കണ്ണ് നിറയാട്ടോ. ഇഷിത പറയുന്നുണ്ട്, ഞാൻ മാപ്പ് പറഞ്ഞത് എന്റെ മകന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇഷിത കരഞ്ഞുകൊണ്ട് പോകുവാണ്. ചിപ്പിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ചിപ്പി വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ രാമനാഥന്റെ സ്വപ്നം വരെ എടുത്തു, അച്ഛൻ ഡാഡി ചീത്തയാണ്, ബാഡ് ഡാഡി, അമ്മേനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു, അമ്മേനെ കരയിപ്പിച്ചു, അമ്മേനെ വേദനിപ്പിച്ചു, എനിക്ക് ഡാഡിന് ഇഷ്ടമല്ല, ബാഡ് ബോയ് എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ രാമനാഥനും അതുപോലെ സ്വപ്നവലിക്ക് വിഷമമാട്ടോ. ഇഷിത വീട്ടിൽ വന്നിട്ട് ആകെ കരയുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.